ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഗായ്സ്, അപ്പോ ഞാനിതാ മലപ്പുറം മഞ്ചേരി മലപ്പുറത്തേക്ക് പോവാണ് ഗൈസ്. ഇനി മലപ്പുറത്തേക്ക് 7 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പൊ മലപ്പുറത്തേക്ക് എന്തിനാ പോണെന്ന് വെച്ചാൽ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് അല്ലൂർച്ചിന്റെ പാട്ട് ഗൈസ്. അപ്പൊ മലപ്പുറത്തേക്ക് പോവാണ്. അപ്പൊ നമ്മൾ എന്തിനാ മലപ്പുറത്തേക്ക് പോകണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഹിബക്ക് കിട്ടിയില്ല സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് ഹിബക്ക് നമ്മൾ ഡ്രീം വാർഡ്രോബ് ഒരുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അതായത് ഹിബയുടെ ഡ്രീം അലമാറ ഇന്ന് നമ്മൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ഞാൻ മലപ്പുറത്തേക്ക് പോണേ. ബിക്കോസ് ഞാൻ കോഴിക്കോടേക്ക് പോകാത്ത എന്താ വെച്ചാല് മലപ്പുറം എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ മലപ്പുറത്തേക്ക് ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോളിട്ടോ. കുറെ കാലം നമ്മൾ ഹിബക്ക് സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു സുഡിയോ ഉണ്ട് തോന്നുന്നു. നമുക്ക് സുഡിയോ പോയി പർച്ചേസ് ചെയ്യാം. അതായിരിക്കും നല്ല തുച്ഛം ഗുണം മെച്ചം. പർച്ചേസിങ് ആട്ടോ, കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മളെ പരിപാടി കഴിഞ്ഞു നോക്ക്. ഡ്രസ് പർച്ചേസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ട്. എല്ലാ കിടിലൻ സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഹിബ ഞെട്ടും. അജാതി ഐറ്റങ്ങൾ ഞാൻ വാങ്ങി വെച്ചുള്ളത്. ആയിക്കോട്ടെ, ഹിബ പാല് കൊടുക്കണ സമയത്ത് കറക്റ്റ് ആ റൂമിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യണം. ഇപ്പൊ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഹിബ ഈ പ്രസവം, കുട്ടി, പാല് കൊടുക്കല്, പിന്നെ ഈ ഉറക്കമില്ലായ്മ, ഇതൊക്കെ കാരണം ഹിബക്ക് ഭയങ്കര സീനൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇത് കൊടുക്കുമ്പോഴെങ്കിലും കുറച്ച് സന്തോഷം ആവട്ടെ. അപ്പൊ ഹിബ ചോറൊക്കെ തിന്നിട്ട് പാത്രം കേൾക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പൊ ഈ സാധനം എടുത്തിട്ട് നമുക്ക് വേഗം വിടാം, സ്കൂട്ടാവാം. കാണാണ്ട വേഗം സ്കൂട്ടാവാം, വേഗം സ്കൂട്ടാവാം. ആരും ഒന്നില്ല, ഞാൻ വെറുതെ എക്സസൈസ് ചെയ്തു ഗൈസ്. അപ്പം ഈ സാധനങ്ങളൊക്കെ ഇനി വാരി വലിച്ച് താഴെ വെച്ച് വലിയ ടാസ്ക്കാണ് ഇതിപ്പോൾ. ഇതൊക്കെ മാറ്റണം, എല്ലാം മാറ്റണം. ഇതിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യണേ ഹിബൻ്റെ വാർഡ്രോബ്. ഓക്കെ, ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യണം, ബാക്കിയുള്ള സാധനങ്ങൾ കയറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഗൈസ്, ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് നമ്മൾ ഹിബനെ വിളിച്ചിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്താ പോലെ ഇവിടെ വലിച്ചു വാരിട്ടുണ്ട്. ഇതിന്റെ അലമാരത്തെ ഇതിന്റെ ഡ്രസ് മൊത്തം എന്താ വലിച്ചു വാരിട്ടുണ്ട് ഇവിടെ. ഇന്റെ അലമാരത്തെ ഡ്രസ്സാ വലിച്ചു വാരിട്ട. എന്റെ ചുരിദാറൊക്കെ അതിൽ ഫുള്ള് ഉറുമ്പ് അതിന് വലിച്ചു വാരിട്ടോ. ഓ, വീടൊക്കെ നശിപ്പിക്കുക. വീഡിയോ എടുക്കാട്ടോ. എന്റെ സ്വഭാവം നാട്ടുകാരൊക്കെ കാണാട്ടോ. കത്തറി കളിച്ചു കുത്തി കൊല്ലാനാ. കുത്തി കൊണ്ടുതന്നെ ഇവിടെ മൊത്തം ചളിവെള്ളാവാൻ. എനിക്ക് ചോരല്ലല്ലോ. ഇതൊന്ന് നോക്കി നോക്ക്, എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇവിടെ റൂം മൊത്തം ഞാനൊരു സാധനം ചെയ്ത് വെച്ചാണ്. ചെക്ക് ചെയ്യ്. വലിച്ചു വാരി കിട്ടണം. അത് ഫുള്ള് ബാക്കിയുള്ള പരിപാടി തീ ചെയ്യണേ. ഞാൻ സർപ്രൈസ് തരും. ഞാൻ ഇത് മാത്രമേ തരുള്ളൂ. ഞാനൊരു സർപ്രൈസ് വെച്ചു. ഇതാണ് സർപ്രൈസ്. ഇവിടെ വലിച്ചു വാരിയിട്ടാണ്. ഇതാ ഇതിന്റെ ഉള്ളിൽ നോക്ക്. ഇതാ അവിടെ പിടിക്കുന്നൊക്കെ നോക്ക്. സത്യത്തിന് ബുദ്ധിയില്ല. എങ്ങനുണ്ട് ഇന്റെ മോനെ ഗൈസ്? ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യാം. ഇതാണല്ലോ. ഇതിലും വലിയ സാധനങ്ങൾ ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നോക്കണ്ടക്ക്. ഫ്രൂട്ടി എനിക്കിഷ്ടാണ്. എനിക്കിഷ്ടമുള്ള ഫ്രൂട്ടി തന്നെ വാങ്ങിയില്ലേ. ഒരു ഷിപ്പിനില്ല. ഇതൊക്കെ ഇന്റെ സാധനങ്ങളല്ലേ, എന്തിനാ തിന്നണേ? നോക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന്. ഈ ഫ്രൂട്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ. നോക്കേ, ഈ മിൽക്കി ബാർ എനിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്. ഇതിന് വലുത് വാങ്ങിക്കൂടെ? സൂപ്പറിന്റെ ആർക്കും കൊടുക്കൂല. മിൽക്കി ബാർ ഇതെന്തായിരുന്നു? ത്രികോണം ഐ ലവ് യു എഴുതാൻ സ്ഥലമില്ല. വാപ്പനോട് കുറച്ചുകൂടി വലിയ അൽമാർ ഉണ്ടാക്കാൻ പറയണ്ടേ.
പിന്നെ അല്ല ഗൈസ്. അപ്പൊ ഹിബ ഓരോന്നായി അൺബോക്സ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഏത് ഭാഗം അൺബോക്സ് ചെയ്യണേ? ആദ്യം നമുക്ക് ചോക്ലേറ്റ് കണ്ണ. ചോക്ലേറ്റ് ഇന്ന് ആയിക്കോട്ടെ ഗൈസ്. ഫസ്റ്റ് 1 ചോക്ലേറ്റ് 2 3 4 5 ഗൈസ്. കിറ്റ്കറ്റ് ഒക്കെ ഉണ്ടെന്ന് തിന്ന് നോക്ക്. കൊറേ കാലല്ലേ കിറ്റ്കറ്റ് ഒക്കെ തിന്നിട്ട് ഗൈസ്. 3 മാസമായതിനു ശേഷം വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ടൈമില് പറഞ്ഞിനി. അപ്പൊ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം തിന്നാം. കിറ്റ്കറ്റ് ഇഷ്ടാണ്. കിറ്റ്കറ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഒരു പകുതി ഞാൻ തിന്നാം ഗൈസ്. അപ്പൊ ഹിബന്റെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. ഹിബ ഫസ്റ്റ് എടുത്തിട്ട് എന്താ കാണിച്ചു കൊടുത്തോളൂ ഗൈസ്. ഓരോന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്തേ? ഒന്നുമില്ല ഗൈസ്. എന്നാ ഫസ്റ്റ് ഉള്ളൊക്കെ അങ്ങനെ എടുത്തോ ഗൈസ്. മിൽക്കി ബാറൊക്കെ അതാ പറച്ചെടുക്കുന്നുണ്ട്. എന്താണ് സർപ്രൈസ് എടുത്ത ഫസ്റ്റ് എല്ലാ ഭാര്യമാരെന്താ പറയാ? താങ്ക്സ് എന്നല്ലേ പറയാ. പക്ഷെ ഹിബ അത് പറയില്ല. ഈ ചാമ്പല്ലേ പോയേ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് ചോക്ലേറ്റ് എല്ലാം വാരുന്നുണ്ട്. ഇഷ്ടം പോലെ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് മഞ്ചാണ് ഏറ്റവും കൂടുതലുള്ളത്. ബിക്കോസ് ഇത് ബൈ 2 get 1 ഫ്രീ എന്ന് ഞാൻ കണ്ട്. അപ്പൊ വാങ്ങിയതാ. ഡയറി മിൽക്കും മിൽക്കി ബാർ ഒപ്പരാണ്. ഞാൻ അടുത്ത ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ട്. 2 കുടിച്ച് അവിടെ വെച്ചാ കേട്ടോ നൈസായിട്ട്. അയ്യോ എന്റെ ലൈറ്റ് താഴെ നോക്കിട്ട് ഇല്ല കഴിഞ്ഞ് മേലത്തെ ഫുള്ള് സാധനങ്ങൾ കാലിയായി. ഞാൻ അടുത്ത എടുത്തോളി. അതൊക്കെ ഉള്ളത് ഒരു സോപ്പ് ഉണ്ട്. എനിക്ക് സോപ്പിന്റെ വലിയ കുളിക്കലുണ്ടാ. അത് പുതിയ സോപ്പാണ്. ഫിയാമാന്റെ ഇത് പുതിയത് ഓരോ ഇറക്കിയതാ ഹിബ. സാൻഡൽവുഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ സോപ്പാണ്. എന്തെങ്കിലും അസുഖം വന്നാലും അതൊന്നുമില്ല. ഈ കുളിക്കല്ലോ അതിനെക്കൂടെ ധൈര്യത്തിൽ. പിന്നെ ഇത് ഇഷ്ടം മോയ്സ്ചറൈസർ വാസലിന്. പിന്നെന്താ എൻചാൻഡറിന്റെ വേറെ റൊമാൻറ്റിക് മോയ്സ്ചറൈസർ. നോക്കട്ടെ. വിസിബിൾ റേഡിയൻസ് സ്കിന്നിന് വേണ്ടി അടിപൊളി സാധനമാണ്. ഞാൻ അടുത്തെടുത്തോളി. മൈസൂർ സാൻഡൽ സോപ്പ്. ഇത് കണ്ണെടുത്ത കണ്ടു സോപ്പ് എനിക്ക് വാങ്ങിയതോ നൈസായിട്ട് വെച്ചു. നറിഷിംഗ് സ്കിൻ ക്രീം ഹിമാലയന്റെ. ഇതെന്താ മോയ്സ്ചറൈസർ അല്ലേ? എനിക്കറിയില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇതെന്തോ സാധനം എനിക്കറിയില്ല എന്താന്നൊന്നും. ഞാൻ വെറുതെ വാങ്ങിയതാ. വിവൽ ബോഡി വാഷ്. ഇത് എനിക്ക് വാണ്ടീനി. അതെ വെറുതെ ബോഡിയിൽ വാഷ് ചെയ്യാനായിരിക്കും അല്ലെ? കുളിക്കാണ്ട്. ഓക്കെ അത് ഇവിടെ ബോഡിക്കല്ല. അവിടെ താഴെ മറ്റേ 2-3 സ്കൂട്ടർ ഇതൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ബോഡിയിലൊന്നും വാഷ് ചെയ്യാൻ വേണ്ടി കളിക്കല്ലോ മോനെ. ഞാൻ എന്നും മേലേക്കണ. ഓക്കെ ഗൈസ്. പിന്നെ അടുത്തത് ഗിൽറ്റ്. എങ്ങനെയുണ്ട്? ഇത് വേണമെങ്കിൽ അൺബോക്സ് ചെയ്തോളൂ. ഫുള്ള് ഹെവി സാധനങ്ങളാ ഗൈസ് ഹിബക്ക് ഉള്ളത് ഈ പ്രാവശ്യം. നമ്മൾ ക്ലിയർ ചെയ്ത്. ഇനി അടുത്തത് ലേസ് 18 രൂപ കണ്ണെടുന്ന് നോക്ക്. 18 രൂപയ്ക്ക് ഇത്രയും വലിയ ലൈസ് കിട്ടും. 18 രൂപയ്ക്ക് കാറ്റ് മാത്രം തരും അവര് ഊതിയിട്ട്. ഇത് ബിങ്കോ ആണ്. ഇതില് ഫ്രീ ഡിപ്പ് വരെ ഉണ്ട് ഹിബ. മസാല ഈ ഡിപ്പ് ഉണ്ടല്ലോ. ഇത് ഇതിന്റെ കൂടെ വരുന്നതാണ്. അങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ ഹിബ? പിന്നല്ലേ നമുക്ക് മസാല അടിക്കാം. ഓക്കെ ഞാൻ അടുത്തെടുത്തോളി. മിൽക്കി ബിക്കീസ്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് എവർ ബിസ്ക്കറ്റ്. എനിക്ക് ബോർബോണിനെക്കാട്ടി ഇഷ്ടം മിൽക്കി ബിക്കീസ്. ഇനി എന്താ മിനി മിൽക്കി ബിക്കീസ്. ഇനി 2 മിൽക്കി ബിക്കീസിന്റെ. ഏത്? അത് തുറന്നു നോക്ക്. ഗസ് ഇത് ഞാൻ ഹിബക്ക് അത്യാവശ്യത്തിന് വേണ്ടിട്ട് സാധനം മേടിച്ചാണ്. ഇത് എനിക്ക് ആവശ്യമുണ്ടായി. ഇത് ഹിബന്റെ ഇതില് വെക്കാൻ വേണ്ടിട്ടാ. തുറന്നൂടെ? ഇനി തുറക്കട്ടെ. ഇതിന് വേറെ ഇതുണ്ട്. യാരണി ഇരുള്ളി കടത്തിട്ട് ഇത് മറിച്ചിട്ടാല് കൊതുക് വലിയായി. ഒന്ന് പോടെ. ഇത് ഇങ്ങനെ ഇതില് ക്ലോത്ത് ഇട്ടാലാ നേരെ നിക്കുള്ളൂ. ഏതായി അടിപൊളി. ഞാൻ തമാശ പറഞ്ഞ. ഓക്കെ അപ്പൊ അതും കഴിഞ്ഞല്ലോ. എനിക്ക് ഇത്രയും സർപ്രൈസുകൾ കിട്ടുന്നത്. ഇനി അടുത്ത എനിക്ക് ഒരു ലോറി നിറച്ചിരിക്കുന്ന എന്റെ ആഗ്രഹം. അതെ ലോറിയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി തരാം. പിന്നെ കഴിഞ്ഞൊരു ട്രെയിനിന്റെ ബോഗി അത്ര എനിക്ക് ചെറിയ ആഗ്രഹങ്ങളുള്ളൂ. അടുത്തത് ഈ ബോർബോൺ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമല്ലാന്ന് അറിയില്ലേ? ഇഷ്ടം പോലെ വാങ്ങിക്കിന്. വാ ഇനിച്ചോ. എനിക്ക് ബോർബോൺ ഇഷ്ടം. മിൽക്കി ബിക്കീസും. ഇത് ഡ്രസ്സിന്റെ സെഷൻ അല്ലല്ല. ഡ്രസ്സിന്റെ സെഷൻ പിന്നെ അടുത്ത സെഷൻ നോക്കട്ടെ. എന്തൊക്കെ ഉള്ളത് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. ക്ലിപ്പുകൾ നമുക്ക് ഇങ്ങനെ കൊറിയക്കാരെ പോലെ വെച്ച് നടക്കാൻ ഒരുപാട് ക്ലിപ്പുകളൊക്കെ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. എനിക്ക് എപ്പോഴും ഈ ആൾക്കാർ വരെ ഇങ്ങനെ വെക്കായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ഇതൊക്കെ വെക്കലുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു സംഭവം എന്താ വെച്ചാലേ, ഇത് ഞാൻ അന്ന് വാങ്ങി തന്നെ തന്നെ എടുത്ത് വെറുതെ വെച്ചതാ. പക്ഷെ ഇന്ന് വാങ്ങിയിട്ടുണ്ട് വേറെ. ഇനി എന്താണ് നമുക്ക്? വുഡൻ ചെരുപ്പ്. അതെങ്ങനെ ഇഷ്ടപ്പെട്ടോ?
ആ അത് നല്ലതാണ്, നമ്മൾ മുടി കൊഴിയൂല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. മരത്തിന്റെ കീട്ടിലും ചീർപ്പാട്ടോ, ഒരു ക്യൂട്ട് ചീർപ്പ് അടിപൊളി ചീർപ്പാണ്. ഇതാ വാരണ, ഞാൻ വാരണ എന്റെ തലക്ക് മുടി അതിൽ വെക്കല്ലേ. ആക്കണ്ട, എങ്ങനെയുണ്ട് കാണിച്ചെടുക്ക്, എടുക്കാൻ കിട്ടുന്നില്ല, ഇത് പൊട്ടിക്കണം. ആ അത് പൊട്ടിച്ചിട്ട് എടുത്താൽ മതി. എങ്ങനെയുണ്ട്? ആ നല്ല രസമുണ്ട്. ഫസിക്കാക്ക് ഇതൊക്കെ കൂടെ സ്റ്റുഡിയോന്ന് വാങ്ങിയാലേ അടിയിൽ സംഭവം പൊളിയല്ലേ, ഒരു രക്ഷയില്ലല്ലോ. ഇത് ക്ലിപ്പാണ് കേട്ടോ, കുത്തി കൊടുക്കാം. ബോർബോൺ ബിസ്ക്കറ്റ്, ബോർബോൺ, ഒരു മിൽക്ക് വിക്കീസ് കൂടി, ഒരു മിൽക്ക് വിക്കീസ്, ഇതൊക്കെ ഞാൻ ഇതിൽ സൂക്ഷിച്ചേക്കാട്ടോ. ഓക്കെ. അല്ല എങ്ങനെയുണ്ട് ഇനിയിപ്പോ ഓരോ ദിവസം ഇതൊക്കെ ഫ്രൂട്ടി ഒക്കെ നോക്ക് ഗൈസ്, എത്ര ഫ്രൂട്ടികൾ, ഇതൊക്കെ ചോക്ലേറ്റ് ഒക്കെ ഇനി തിന്ന് തീർക്കണ്ടേ. ഇനി ഇത് നോക്കട്ടെ. ആ ഗൈസ് ഇനി ഫസ്റ്റ് ഡ്രസ് നോക്കണ്ട, ഫസ്റ്റ് ചെരുപ്പ് നോക്കി. ചെരുപ്പുണ്ടോ? പിന്നെ ഓക്കെ, ആദ്യം ഒരു മഞ്ഞ ചെരുപ്പാണ് ഫസ്റ്റിക്കൊക്കെ വാങ്ങിയത്. അത് കാണിച്ചു കൊടുക്കും, അത് ഞാൻ ഇട്ട് കാണിച്ചു കൊടുക്കാം. ഇതാണ് ചെരുപ്പ്, നല്ല രസമുണ്ട്. ഒരു വൈറ്റ് ഡ്രസ്സിലേക്കൊക്കെ ഇത് പെയർ ചെയ്താൽ നമ്മൾ മഞ്ഞ കളർ ചെരുപ്പായിരിക്കും. ഹെവി ചെരുപ്പല്ലേ, പൊളിയല്ലേ. ISI മുദ്ര ഉണ്ട് കണ്ടോ, അതിനെ കൊണ്ട് ഭയങ്കര വില. ഇത് സ്റ്റുഡിയോന്റെ ഏറ്റവും പ്രീമിയം ലെവൽ സാധനമാണ്. ഇതിനൊരു എനിക്കൊന്ന് $3000 എന്തോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നിന് 1500. തള്ളല്ലേ. ഇത് കുറച്ചുകൂടി രസമുണ്ട്, ഒരു ഡ്രസ്സിന്റെ ഒക്കെ മാതിരി. എങ്ങനെയുണ്ട് ഗൈസ്? അടുത്ത ചെരുപ്പൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് ഏതാ ഗൈസ് ലെവല് സാധനം, ഇതൊക്കെ ഇവിടെ കേടാ സൈഡിലൊക്കെ കുത്ത് ഉണ്ടാവും. ഏത് ഡിസൈൻ ആണ് കഴുതേ? ഞാൻ വിചാരിച്ചു കരിമ്പ് കുത്തിയായിട്ട് വെളുമ്പ്. ആ കരിമ്പും. എന്റെ സെലക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം, അല്ലേ ഇവ? അതെ, ലൈക്ക് ചെയ്യാം. ഇനിയും ഫസ്റ്റിക്കാക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറയാം. അൺലൈക്ക് ചെയ്തോ, നല്ല ഇഷ്ടപ്പെട്ടു, മസ്റ്റ് ട്രൈ ആണ്, അടിപൊളി. അടുത്തത് എന്റെ ഏറ്റവും ഫേവറേറ്റ് സെഷൻ എന്താന്ന് വെച്ചാല് ഡ്രസ്. ഇനി ഡ്രസ് ഓരോ സെക്ഷൻ ആയിട്ട്. അല്ല ഡ്രസ് എടുക്കുന്നതിന് മുന്നേ ഇതിന്റെ ഉള്ളിൽ വേറൊരു സാധനം ഞാൻ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ എടുത്തോ, സർപ്രൈസോ? ഏതാ നോക്ക്, സ്പ്രേ അടിച്ചു നോക്ക്. ഗുഡ് സ്മെൽ ബിക്കോസ് ഒരു ലെമണിന്റെ മണം, അടിപൊളി സ്പ്രേ, ഒരു രക്ഷയില്ല. ഇത് അത്യാവശ്യം ഇത് ഷാർഖാൻ അടിക്കുന്ന സ്പ്രേ ആണെന്നാ കേട്ടത്. അതായത് ഷാർഖാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിക്കല്, ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കുഞ്ചി അടിപൊളിയല്ലേ കുറ്റി? ഇതില് പൈസ ഇട്ട് വെക്കാട്ടോ. ഞങ്ങക്ക് ഈ എന്റെ അടുത്ത് പോക്കറ്റിൽ നിന്ന് എടുക്കണം. ഞാൻ തിരുമ്പ മറ്റേ ഞാനേ വാഷ് ചെയ്യാൻ വേണ്ടി ഇടുന്ന ക്ലോത്ത്സ് ഒന്നും ഇടക്കിടക്ക് മുക്കലില്ലേ, ആ പൈസ ഇതിലിട്ട് വെക്കാട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ മുതലേ ഞാൻ കുറ്റീന്റെ ലവറാണ്. അതെ വെരി ഗുഡ്, നല്ല കുറ്റി. ആന അന്നടാ പൈസ ഒക്കെ ഡ്രസ് എടുത്ത് വാങ്ങും. അടുത്തത് ഏറ്റവും ഫേവറേറ്റ് സെഷൻ, നിങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നത് എന്റെ വാർഡ്രോബിലെ ഡ്രസ്സിന്റെ സെഷൻ. ഫസ്റ്റ് നമുക്ക് ഇതെടുത്തോ, ഇതോ എങ്ങനെയുണ്ട്? കീടിലൻ ഡ്രസ്, ഒരു രക്ഷയില്ലല്ലോ. പിന്നെ എനിക്ക് ഫസ്റ്റ് എനിക്ക് അറിഞ്ഞാ വാങ്ങി തന്നെ. എന്താ വെച്ചാല് എനിക്കിപ്പോ ചുരിദാറൊന്നും ഇട്ടാൻ പറ്റൂല. അത് ഞാൻ പറഞ്ഞു അവരോട്, സൈസ് ഓവറാണ്, ഓവർ സൈസ് ആയതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഓവർ സൈസിലുള്ള സാധനങ്ങൾ വാങ്ങി. ഇതൊക്കെ ആകുമ്പോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. അടിപൊളിയല്ലേ, സൂപ്പർ. ഇത് ലൂയി വ്യൂട്ടാണ് കേട്ടോ, കണ്ടോ? LV കണ്ടോ, LY ആണിത്, കണ്ണാണ് നമുക്ക്. അടുത്ത എടുക്കണേ, ഇതെന്താ? ഓ എങ്ങനെയുണ്ട്? നൈറ്റഡ് ക്ലോത്ത്, തുന്നി ഉണ്ടാക്കുന്ന ഡ്രസ് അല്ലേ? അതന്നെ. എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയല്ലേ? സൂപ്പർ. ഇത് ഞാൻ വരുന്ന വൈകി വേറെ വീഡിയോ മേടിച്ചാണ്. അടിപൊളിയായല്ലോ. ഇതൊക്കെ ഇട്ട് ഞാനൊരു കലക്കും. കഴിഞ്ഞ അടുത്ത അടുക്ക് ഇതിനൊക്കെ ആയിട്ട് വന്ന്. ഇതാരാണ്? എങ്ങനെയുണ്ട് കഫ്താന്? പൊളിയല്ലേ? ഇതിട്ട് വരണോ? ഇത് ഇട്ട് വരുന്നില്ല. ഇത് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് കാണും. ഇനി ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോ നിങ്ങൾ ചോദിക്കരുത് എവിടുന്ന ഇതൊക്കെ എനിക്ക് ഫസിക്കാക്ക വാങ്ങി തന്നു. ഓക്കെ, എന്റെ സെലക്ഷനെ പറ്റിയൊന്ന് പറഞ്ഞു. ഫസിക്കാക്ക പൊളി സെലക്ഷൻ ആണ്. ഞാൻ എന്തെടുത്താലും എനിക്ക് കിട്ടൂല. ലാസ്റ്റ് ഞാൻ ഫസിക്കാക്ക എനിക്ക് എടുത്തു തരുമോ എന്ന് ചോദിക്കും. എന്താ നീല ടീഷർട്ട് ട്രിപ്പ് പോകുമ്പോഴാണ്. അത് ബാക്കിലുള്ളതാ, അത് ബാക്കാ. ഞാൻ ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് സെൽഫ് അല്ലേ? ഇത് രസമുണ്ട്. രസമല്ലേ? അടിപൊളിയല്ലേ? ഞാൻ കൊറേ ആയിട്ട് ഓവർ സൈസ് ഡ്രസ് നോക്കിയെടുക്കുന്നു. അതെ, ഒരു ഓവറാക്കി സ്വഭാവമുള്ള നമുക്ക് എപ്പോഴും ഓവർ സൈസ് ആണ് നല്ലത്. മോനെ ഇത് എങ്ങനെയുണ്ട്? കില്ലർ സാധനമാണ് അല്ലേ? ബാക്കൊക്കെ വേറെ. ഓ ലെവല് വിട്ട സാധനം തന്നെ ഗൈസ് അല്ലേ? എത്ര ഡ്രസ്സാ
ഫസിക്കൊക്കെ കുറെ too costly യാർ. I am rich, you know. ലോൺ എടുക്കേണ്ടി വരും. എങ്ങനെയുണ്ട് ട്രോളിയാ. ഗൈസ്? അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കുക. കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഹിബക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കാം. അപ്പൊ വെക്കട്ടോ വേണമെങ്കിൽ അല്ലേ ഹിബ? അതെ, ഇത് ഇന്റെ പഴയ ഡ്രസ് ആണല്ലോ. ഏത്? അയ്യോ, ഇതല്ലേ, ഇത് അതേപോലത്തെ വേറെ ഞാൻ വാങ്ങിയതാ. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് കൂടില്ലേ കള്ളാ. ഇത് പുതിയതാ. കള്ള എനിക്കറിയാം. മോനെ അത് കണ്ടുപിടിച്ച് തൂക്കി ഗൈസ്, തൂക്കി. മോനെ എങ്ങനെയുണ്ട് ജീൻസ്? നോക്കട്ടെ. കിടിലൻ ജീന എങ്ങനെയുണ്ട്? ഓ ഇതേ സൈസ് 34. ഈ സാധാരണ 32 എടുക്കലേ. അപ്പൊ ഈ തടിച്ച് പറഞ്ഞ ഇടക്കിടക്ക് ഇനി ജീൻസ് മാറ്റേണ്ട ആവശ്യമില്ല. അത് സാരില്ല, അത് മതി. ഇനി ടൈറ്റ് ആണെങ്കിൽ ബെൽറ്റ് ഇട്ട് കെട്ടിയാൽ മതി. കുറെ കാലം ഇന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ സൈസിനും ഓരോ ജീൻസ് അവിടെ. ഇവിടെ ഇപ്പൊ ഇവിടെ അലമാറിന്റെ ഉള്ളിൽ നോക്കിയാല് ഷോപ്പിലുള്ള പോലെ എക്സൽ മീഡിയം സൈസ്. ബാക്കി 2 കടൽ മുട്ടായി തന്നേക്ക് ഓടുന്നു ചെലക്കാണ്ട്. ഞാൻ എന്താ പറയാ. അടുത്ത ഗൈസ് ലാസ്റ്റ് 10 ലീസ്റ്റ് എങ്ങനെയുണ്ട്? ഓ ഏതാ മോനെ? ഗാർഡൻ എന്താ പേര്? ഗാർഡേല. ഇത് എന്താന്ന് പറയാ, ഇത് ബാക്കാണ്, ബാക്ക് പ്രിന്റഡ് ആണ്. ഇതാണ് ഇപ്പൊ ചെറിയ അത്യാവശ്യം കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇടുന്ന ടൈപ്പാണ്. ഞാൻ വള്ളല്ലേ? ഈ തള്ളച്ചാണെങ്കിലും ഒന്ന് വേണമെങ്കിലും ഒന്ന് കോളേജിലേക്ക് പോവാലോ. ഞാൻ കണ്ട തള്ളയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല ഇത് എങ്ങനെയുണ്ട്? ഇതിന്റെ സെലക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് പോയാ? നല്ല രസമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഡ്രീം വാർഡ്രോബ്? നല്ല രസമുണ്ട്. ഇത് ഫുള്ള് ഡ്രീം റൂം മൊത്തം ഡ്രീം ആക്കോ? അത് നമുക്ക് ബുക്കിനോട് പറഞ്ഞാൽ മതി കേട്ടോ. മുപ്പര് ചെയ്ത് ഫാസിക്കാക്ക് വക ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? കണ്ണു കൂട്ടിയാ തരാ. എന്താ അടിക്കാനാ? അല്ല പറഞ്ഞ കണ്ണു കൂട്ടി ഞാൻ ഇങ്ങനല്ലേ സർപ്രൈസ് ചെയ്യാ. എന്താ മോനെ ഇങ്ങനെ സർപ്രൈസ് ചെയ്യാല്ലേ? അടിച്ചോ. അല്ല ശാല വിത്തുന്നു കിട്ടണ സാധനം തന്നെയല്ലേ. എനിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അയ്യോ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനല്ലേ. എത്ര മതി സാരില്ല. ഗൈസ് നോക്ക്, ഇത്രയും സാധനങ്ങളാ ഗൈസ് വാങ്ങിയത്. ഈ ഫോണിൽ ഞാൻ വാങ്ങിയാട്ടോ. വേറെ ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടമാനം സാധനങ്ങൾ. നോക്കൂ സാധനങ്ങളാ കണ്ടോ. സാധനങ്ങൾ യെസ് ഗൈസ്. അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ നമ്മളെ ഹിബയുടെ സർപ്രൈസ് ഡ്രീം വാർഡ്രോബ് നമ്മളെ അല്ലേ. എനിക്ക് ഫസിക്കാകനെ പോലുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നെല്ലാരും കമന്റിൽ പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ. നമ്മൾ മറ്റു വീഡിയോസ്